എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് രഹസ്യമായി ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് രഹസ്യമായി എന്താണ് ചിന്തിക്കുന്നത്? ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെ ആ വ്യക്തിക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി മനസ്സിൽ ആലോചിക്കുമ്പോഴും ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ നഷ്ടബോധം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. നിങ്ങളുടെ ശബ്ദം ആ വ്യക്തി ഓർമ്മിക്കുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളുടെ ശബ്ദം ഓർമ്മിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ചിന്തയിലൊക്കെ നിങ്ങൾ വന്ന് നിൽക്കുകയാണ്. ശബ്ദം മറക്കാൻ കഴിയുന്നില്ല. എവിടെ പോയാലും ആ വ്യക്തിക്ക് ആ ശബ്ദത്തെ ഇഷ്ടപ്പെടുകയാണ്. ആ വ്യക്തി ആ ശബ്ദത്തെ ഓർക്കുകയാണ്. നിങ്ങളുടെ പഴയ സന്ദേശങ്ങൾ വായിക്കുന്നു. ആ വ്യക്തി നിങ്ങളുടെ പഴയ സന്ദേശങ്ങൾ വായിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിക്ക് അത് മറക്കാൻ കഴിയുന്നില്ല. ഓരോ നിമിഷവും ഓരോ തവണയും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പഴയ ഫോട്ടോകൾ നോക്കുന്നു. നിങ്ങളുടെ ചിത്രങ്ങൾ ആ വ്യക്തി നോക്കുകയാണ്. ആ വ്യക്തി അതിൽ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. നിങ്ങളോടുമായി വീണ്ടും സംസാരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ സംസാരിക്കുന്നതിനൊക്കെ ആഗ്രഹം ഉണ്ടാകുകയാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ആ വ്യക്തിക്ക് വല്ലാത്ത വിഷമമുണ്ട്. അത് ആ വ്യക്തിക്ക് മറക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളെ കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ട്. നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം എന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളൊരിക്കലും നശിച്ചു പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും ആ വ്യക്തി മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾ ക്ഷമിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതികരണം ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. നിങ്ങളെന്ത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് നിങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് ആ വ്യക്തി. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് കൃത്യമായ ആശങ്കയുണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. നിങ്ങളെ വീണ്ടും വിശ്വസിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടെടുക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച്, നിങ്ങളുടെ കരുതലിനെക്കുറിച്ച് ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നു. നിങ്ങളോട് പറയാത്ത വികാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നിരന്തരം ആ വ്യക്തി ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ കാണുന്ന നിമിഷം ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിലെന്ന്. നിങ്ങളുടെ ചിരി ഓർമ്മിക്കുന്നു. നിങ്ങളോടൊപ്പം ചിലവഴിച്ച സമയങ്ങൾ ഓർക്കുന്നു. നിങ്ങളെ വീണ്ടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം ആ വ്യക്തി വിലമതിക്കുന്നു. നിങ്ങളെക്കുറിച്ച് കുറ്റബോധമുണ്ട്. നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ളത്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു. കൂടുതൽ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളില്ല എങ്കിൽ ഒരിടത്തും ഇല്ല എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. നിങ്ങളെ മനസ്സിലെപ്പോഴും കാണുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ആ വ്യക്തി സൂക്ഷ്മമായി അറിയാൻ ശ്രമിക്കുകയാണ്. കാരണം ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു. നിങ്ങളോടൊപ്പം ചിലവഴിച്ച് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളെ കാണുമ്പോൾ ആ മുഖത്ത് പ്രത്യേക സന്തോഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മെസ്സേജുകൾക്ക് വളരെ പെട്ടെന്ന് മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും ആ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജന്മദിനം മറക്കാറില്ല. നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഓരോ സമയവും പ്രത്യേക കാരണങ്ങൾ ആ വ്യക്തി ഉണ്ടാക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി. അത് നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രം. നിങ്ങളുടെ വിജയത്തിൽ വലിയ സന്തോഷം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളുടെ ദുഃഖത്തിൽ അതുപോലെ തന്നെ അതീവ ദുഃഖവും ഉണ്ട്. നിങ്ങളൊരിക്കലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകരുതെന്ന് തന്നെയാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു. നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഓരോ കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ചിരി കാണാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സമീപത്ത് സമയം ചിലവഴിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളോട് ചോദിക്കുന്നു. നിങ്ങൾ ഏതവസ്ഥയിലാണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അറിയാൻ താല്പര്യം കാണിക്കുന്നു. നിങ്ങളെ പ്രശംസിക്കാൻ എപ്പോഴും അവസരം തേടുന്നു.
നിങ്ങളുടെ ശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ആ ശബ്ദം മാറിയാൽ, ആ ശബ്ദം ഒന്ന് ഇടറിയാൽ ആ വ്യക്തി നിങ്ങളെ പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് ആ വ്യക്തി എപ്പോഴും കാണുന്നത്. നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോഴും മാത്രമാണ് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അതുകൊണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കാനുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നിന്നും മാറി ഒരിക്കലും ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറയുന്ന പഴയ കഥകളും ഒക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ വിഷമിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങൾ വിഷമിച്ചതായിട്ട് കാണാൻ ആഗ്രഹമില്ല. എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സന്തോഷം കണ്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് വലിയ ദുഃഖമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.